ബീഹാർ തിരഞ്ഞെടുപ്പ് പടിവാതിക്കലെത്തി. വലിയ തമാശയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യ സഖ്യം പരസ്പരം മത്സരിക്കുന്ന കാഴ്ച അവിടെ കാണാം. എന്നാൽ ഈ ഇന്ത്യ സഖ്യത്തിലെ കോൺഗ്രസും RJDയും തുടങ്ങിയ കക്ഷികൾ NDA അവരുടെ പ്രധാന എതിരാളിയായ NDA മുന്നണിയെ വെല്ലുവിളിക്കുന്നു. ആരാണ് NDA മുന്നണിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി? നിതീഷിനെ നിങ്ങൾ അട്ടത്ത് വയ്ക്കില്ലേ വിജയിച്ചു കഴിഞ്ഞാൽ? ഇതൊക്കെയാണ് അവിടുത്തെ RJDയുടെ നേതാക്കളും കോൺഗ്രസ് നേതാക്കളും ഒക്കെ ചോദിക്കുന്ന ചോദ്യം. എന്നാൽ ഇപ്പോഴതിന് കൃത്യമായ മറുപടി വന്നിരിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ സമസ്തിപൂരിൽ ഒരു റാലിയെ അഭിസംബോധന ചെയ്തു. അവിടെ വച്ച് അദ്ദേഹം പറഞ്ഞു, ഒരു സംശയവും വേണ്ട, ബീഹാറിൽ NDAയുടെ മുഖ്യമന്ത്രിയായി നിതീഷ് കുമാർ വീണ്ടും അധികാരമേൽക്കും. 2005 മുതൽ അദ്ദേഹം ബീഹാറിൽ മുഖ്യമന്ത്രിയായി തുടരുന്നു. ഇടയ്ക്ക് ചില മാറ്റങ്ങളൊക്കെ വന്നെങ്കിലും താമസം വിന അദ്ദേഹം മുഖ്യമന്ത്രി കസേരയിൽ തിരിച്ചെത്തി. NDA പ്രതിപക്ഷത്തായിരിക്കുമ്പോഴും NDA ഭരണപക്ഷത്ത്, അതായത് BJP പ്രതിപക്ഷത്തിരിക്കുമ്പോഴും BJP ഭരണപക്ഷത്ത് വരുമ്പോഴും മുഖ്യമന്ത്രി അവിടെ നിതീഷ് കുമാർ തന്നെ. ഒരു സംശയവും വേണ്ട, അതേ നിതീഷ് കുമാറിൻ്റെ നേതൃത്വത്തിൽ NDA ബീഹാറിൽ 2/3 ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിൽ വരും എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംശയത്തിനിട നൽകാതെ ബീഹാറിലെ സമസ്തിപൂരിൽ പറഞ്ഞു വച്ചത്. കഴിഞ്ഞ ദിവസം അമിത്ഷാ അവിടെ വന്നിരുന്നു. അമിത്ഷായോട് പത്രപ്രവർത്തകരൊക്കെ ചോദിച്ചു, ആരാണ് നിങ്ങളുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി? നിങ്ങൾ അതിനെക്കുറിച്ചൊന്നും മിണ്ടുന്നില്ലല്ലോ. NDAയെ നയിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ മറുപടി, NDAയെ നയിക്കുന്നത് നിതീഷ് കുമാറാണ്. ഇനി മറ്റൊരു പേര് അവിടെ ഉയർന്നു വരുമോ? ജയിച്ചു വന്നാൽ ബീഹാറിലെ MLA മാർ, NDAയുടെ MLA മാർ അത് പ്രഖ്യാപിക്കും. അമിത്ഷായുടെ ഈ ഒരു തുറന്നു പറച്ചിലിനെ പോലും വികൃതമായി വ്യാഖ്യാനിക്കാനാണ് മാധ്യമങ്ങൾ ശ്രമിച്ചത്. അവർ പറഞ്ഞത് അമിത്ഷാ ചോദ്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി എന്നാണ്. അദ്ദേഹം വ്യക്തമായിട്ട് പറഞ്ഞു നിതീഷാണ് നയിക്കുന്നത് എന്ന്. എന്നിട്ടും മാധ്യമങ്ങൾക്ക് തൃപ്തിയായില്ല. ഇപ്പോഴിതാ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ നേരിട്ട് ബീഹാറിലെത്തി പ്രഖ്യാപിച്ചിരിക്കുകയാണ്, നിതീഷ് തന്നെയാണ് നായകൻ, നിതീഷ് തന്നെ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കും. പറയുന്നത് ആരുടെയൊക്കെ സാന്നിധ്യത്തിലാണ്? ലോക് ജനശക്തി പാർട്ടിയുടെ ചിരാഗ് പാസ്വാൻ അവിടെ ഉണ്ട്, ജിതിൻ റാം മാഞ്ചിയുണ്ട്, മറ്റ് ഘടകകക്ഷി നേതാക്കളെല്ലാം അവിടെ സന്നിഹിതരായിരുന്നു. ആ വേദിയിൽ വെച്ചാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇക്കാര്യം ഉറക്കെ പ്രഖ്യാപിച്ചത്. അദ്ദേഹം ചോദിച്ചു, ഈ ഇന്ത്യ മുന്നണിയെ ആരാണ് നയിക്കുന്നത്? ഇന്ത്യ മുന്നണിയുടെ നേതാവ് ആരാണ്? ഏകകണ്ഠമായി ഐകകണ്ഠ്യേന അത് പ്രഖ്യാപിക്കാൻ മുന്നണിക്ക് സാധിച്ചിട്ടുണ്ടോ? എത്ര സ്ഥലത്ത് മുന്നണിയിലെ ഘടകകക്ഷികൾ തമ്മിൽ മത്സരിക്കുന്നുണ്ട്? BJPക്കും അതായത് NDA മുന്നണിയിലും അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങളതൊക്കെ പറഞ്ഞ് തീർത്ത്, ഒരു ജനാധിപത്യ പ്രക്രിയയിൽ എതിരഭിപ്രായങ്ങൾ എപ്പോഴും ഉണ്ടാവും, രണ്ടഭിപ്രായങ്ങൾ എപ്പോഴും ഉണ്ടാകും. പക്ഷേ ഞങ്ങളതൊക്കെ സമർത്ഥമായി ചർച്ച ചെയ്ത് അതിനൊക്കെ ഒരു പരിസമാപ്തി ഉണ്ടാക്കിയിരിക്കുന്നു. NDAക്ക് ഒറ്റക്കെട്ടായിട്ട് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ കഴിയുന്നുണ്ട്. പക്ഷേ എതിരാളികളുടെ സ്ഥിതി അതല്ല. അവിടെ തമ്മിലടി രൂക്ഷമാണ്. ഇങ്ങനെ തമ്മിലടിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മുന്നണി എങ്ങനെയാണ് ബീഹാറിനെ മുന്നോട്ട് നയിക്കുന്നത്? 2005 അധികാരത്തിൽ വന്ന നിതീഷിനെ ഏതാണ്ട് 10 വർഷത്തോളം കേന്ദ്രത്തിൽ അധികാരത്തിലിരുന്ന UPA സർക്കാർ ബുദ്ധിമുട്ടിച്ചു. ചോദിച്ചതൊന്നും കൊടുത്തില്ല. ബീഹാർ സർക്കാരുമായിട്ട് ഏതെങ്കിലും വിധത്തിൽ സഹകരിച്ചാൽ പിന്തുണ പിൻവലിക്കുമെന്ന് അന്ന് RJD നേതാവ് ലാലു പ്രസാദ് യാദവ് ഭീഷണി മുഴക്കി. ഈ ഭീഷണിക്ക് വഴങ്ങിയാണ് മൻമോഹൻ സിംഗിൻ്റെ നേതൃത്വത്തിലുള്ള UPA സർക്കാർ ബീഹാറിനോട് മുഖം തിരിച്ചത്. എന്നാൽ 2016 അവസ്ഥ മാറി. അദ്ദേഹം മുന്നണിയിൽ നിന്ന് പുറത്തു പോയിട്ട് പോലും NDA സർക്കാർ അധികാരത്തിലേറിയപ്പോൾ നിതീഷിനെ അകമഴിഞ്ഞ് സഹായിച്ചു. ബീഹാർ ഇന്ത്യയിലെ ഏറ്റവും പിന്നാക്ക സംസ്ഥാനങ്ങളിൽ ഒന്നായിരുന്നു. പ്രത്യേക പാക്കേജുകൾ നൽകി, പ്രത്യേക സാമ്പത്തിക നയം ആവിഷ്കരിച്ചു, പ്രത്യേക പദ്ധതികൾ നൽകി ബീഹാറിനെ കേന്ദ്ര സർക്കാർ കൈപിടിച്ചുയർത്തി. ഇന്ന് ബീഹാർ വികസനത്തിൻ്റെ പാതയിലാണ്. അടിസ്ഥാന സൗകര്യ വികസനം വളരെ വേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനമാണ്.
തൊഴിലില്ലായ്മ കുറഞ്ഞിരിക്കുന്നു, തൊഴിലവസരങ്ങൾ വർദ്ധിച്ചിരിക്കുന്നു, ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർന്നിരിക്കുന്നു, അതിദാരിദ്ര്യത്തിൽ നിന്ന് ദാരിദ്ര്യത്തിലേക്കും ദാരിദ്ര്യത്തിൽ നിന്ന് വികസനത്തിലേക്കും ബീഹാർ കുതിച്ചുയരുകയാണ് എന്നൊക്കെയാണ് പ്രധാനമന്ത്രി അവിടെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പറഞ്ഞത്. അദ്ദേഹം അവിടെ ഉണ്ടായിരുന്ന വലിയൊരു സദസ്സാണ് അവിടെ ഉണ്ടായിരുന്നത്. ആ സദസ്സിനോട് അദ്ദേഹം ആവശ്യപ്പെട്ടു, എനിക്ക് നിങ്ങളോടൊരു എളിയ അഭ്യർത്ഥനയുണ്ട്, എല്ലാവരും നിങ്ങളുടെ കയ്യിലുള്ള ആ മൊബൈൽ ഫോണിൻ്റെ ടോർച്ച് ഒന്ന് തെളിക്കണം എന്ന് അദ്ദേഹം, അതൊന്ന് ഓൺ ചെയ്യണം എന്ന് അദ്ദേഹം എല്ലാവരോടും ആവശ്യപ്പെട്ടു. ജനങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി കയ്യിലുണ്ടായിരുന്ന മൊബൈലിലെ ടോർച്ച് ഓൺ ചെയ്ത് കാണിച്ചു. ആ പ്രകാശത്തെ സാക്ഷി നിർത്തി അദ്ദേഹം പറഞ്ഞു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു, ഇന്ന് ടോർച്ച് നമ്മുടെ കൈവശമുണ്ട്, പിന്നെ റാന്തൽ വിളക്കിന് എന്താണ് പ്രസക്തി? രാജ്യം മാറിയിരിക്കുന്നു, ബീഹാർ മാറിയിരിക്കുന്നു, ബീഹാർ ഇന്ന് വലിയ വികസന കുതിപ്പിലാണ്, ബീഹാറിലേക്ക് ടോർച്ച് ലൈറ്റിൻ്റെ പ്രകാശം എത്തിയിരിക്കുകയാണ്, അവിടെ പിന്നെ റാന്തലിന് യാതൊരു പ്രസക്തിയുമില്ല, റാന്തലാണ് RJDയുടെ ചിഹ്നം, ആ ചിഹ്നത്തിൽ ഇനി യാതൊന്നും നിങ്ങൾ നോക്കേണ്ടതില്ല, അതിനെ നിങ്ങൾ മറന്നേക്കൂ, നിങ്ങൾക്കിന്ന് ടോർച്ച് ലൈറ്റ് നിങ്ങളുടെ കൈവശമുണ്ട്, ദയവായി മുന്നോട്ട് പോകൂ എന്നാണ് അദ്ദേഹം അവിടെ ആവശ്യപ്പെട്ടത്. ഇപ്പുറത്ത് ഇന്ത്യ മുന്നണി ആകട്ടെ ഈ പറഞ്ഞതുപോലെ നിതീഷിനെയോ NDAയെയോ BJPയെയോ വേണ്ട വിധത്തിൽ ആക്രമിച്ച് തിരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് മുന്നേറാൻ അവർക്ക് സാധിക്കുന്നില്ല. അവരുടെ ഈ തമ്മിലടിയും ഉൾപാർട്ടി പോരും അവരെ RJDക്കുള്ളിലും അതുപോലെ തന്നെ കോൺഗ്രസിനുള്ളിലും ഒക്കെ അതിരൂക്ഷമാണ്. ഇത് ഈ ഒരു എന്താ പറയുക, പരസ്പരം പോരടിക്കുന്ന സ്ഥാനാർത്ഥിത്വം ആഗ്രഹിച്ചിട്ട് കിട്ടാതെ പോയി പരസ്പരം പോരടിക്കുന്ന നേതാക്കളെ ഒരുമിച്ച് നിർത്തി സമർത്ഥമായി ചർച്ച ചെയ്ത് പ്രശ്നങ്ങൾ പരിഹരിച്ച് ഒരു നല്ല പ്രതിപക്ഷ മുന്നണിയായിട്ട് അവിടെ മത്സരിക്കേണ്ട ഇന്ത്യ മുന്നണി, ഇന്ത്യ സഖ്യം, മഹാസഖ്യം അവിടെ വലിയ തകർച്ചയെ നേരിടുകയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. സത്യത്തിൽ ജനാധിപത്യത്തിൻ്റെ മനോഹാരിത അവിടെയാണ്. ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരുപോലെ ശക്തമായി തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ജനങ്ങൾക്ക് തങ്ങളുടെ ഏറ്റവും പ്രയോജനപ്പെടുന്ന, ഏറ്റവും തങ്ങൾക്ക് നന്മ ചെയ്യുന്ന ഒരു ഗവൺമെൻറ്റിനെ അവിടെ തിരഞ്ഞെടുക്കാൻ സാധിക്കുമായിരുന്നു. ഇതിപ്പോൾ ഏകപക്ഷീയമായി NDAയുടെ വിജയം പ്രഖ്യാപിക്കുന്ന തരത്തിൽ, അല്ലെങ്കിൽ NDAയെ വിജയിപ്പിക്കുന്ന തരത്തിലേക്ക് അവിടുത്തെ പ്രതിപക്ഷ മുന്നണി അധപ്പതിച്ചിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. അതുപോലെ തന്നെ വലിയ രീതിയിൽ ന്യൂനപക്ഷ വോട്ടുകൾ അവിടെ ഭിന്നിക്കുമെന്ന് തീർച്ചയാണ്. നരേന്ദ്രമോദിയോട് മുസ്ലിം സ്ത്രീകൾക്ക് വിശിഷ്യ മുത്തലാഖ് നിർത്തലാക്കിയതോടുകൂടി, മുത്തലാഖ് നിരോധിച്ചതോടുകൂടി വലിയ രീതിയിൽ മുസ്ലിം സ്ത്രീകളുടെ പിന്തുണ നരേന്ദ്രമോദിക്കുണ്ട്. നിതീഷ് കുമാർ എന്ന ബീഹാറിൻ്റെ എക്കാലത്തെയും പ്രിയങ്കരനായ മുഖ്യമന്ത്രി ന്യൂനപക്ഷങ്ങളെ ഒപ്പം നിർത്തുന്നതിൽ വലിയ വിജയം നേടിയ വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ മുസ്ലിം വോട്ടിൽ വലിയ വിള്ളൽ വരുത്താൻ ഇന്ത്യ മുന്നണിക്ക് സാധിക്കും എന്ന് തോന്നുന്നില്ല. മാത്രമല്ല, അസാസുദ്ദീൻ ഒവൈസിയുടെ പാർട്ടിയും മറ്റ് ചില ചെറിയ പാർട്ടികളും, ഈ ഇന്ത്യ മുന്നണി വിട്ടുപോയ ചില ചെറിയ പാർട്ടികളുമൊക്കെ ഈ ഒരുമിച്ച് മത്സരിക്കുന്നുണ്ട്. അതും ഇന്ത്യ മുന്നണിക്ക് വലിയ വെല്ലുവിളിയാണ്. അവരുടെ ന്യൂനപക്ഷ വോട്ട് ബാങ്കിൽ അത് വലിയ വിള്ളൽ വീഴ്ത്തും. പ്രത്യേകിച്ച് മുസ്ലിം വോട്ട് ബാങ്കിൽ സീമാഞ്ചൽ, മഗധ തുടങ്ങിയ പ്രദേശങ്ങളിലെ മേഖലകളിലെ മുസ്ലിം വോട്ട് ബാങ്കിൽ വലിയ വിള്ളൽ വീഴ്ത്തും എന്ന് തെരഞ്ഞെടുപ്പ് നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നു. എന്തായാലും ബീഹാർ ഓരോ ദിവസം കഴിയുന്തോറും വളരെ വ്യത്യസ്തമായ വാർത്തകളുമായിട്ട് ബീഹാറിലെ ഓരോ പ്രഭാതവും പൊട്ടിവിടരുകയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഫൈനൽ ഒപ്പീനിയൻ പോൾ, ഏറ്റവും ഒടുവിലത്തെ ഈ അഭിപ്രായ സർവേ ഫലം പുറത്തു വരാൻ പോവുകയാണ്. അതുകൂടി വരുന്നതോടുകൂടി നമുക്ക് വ്യക്തമാകും ബീഹാറിൽ കാറ്റെങ്ങോട്ടാണ് വീശുന്നത് എന്ന്. നിതീഷ് കുമാർ തുടരുമോ അതോ നിതീഷ് കുമാറിന് മാറ്റമുണ്ടാകുമോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. നവംബർ 14 ആ വിവരം, ആ ഫലം നമ്മളിലേക്ക് എത്തിച്ചേരും.